നമ്മുടെ കൗന്തി ട്രെക്കിംഗ് തുടങ്ങുന്നത് വാഴവര ആശ്രമം ജംഗ്ഷനിൽ നിന്നാണ്. കട്ടപ്പനയിൽ നിന്ന് ഇടുക്കി റൂട്ടിൽ ഏകദേശം 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വാഴവരയിൽ എത്താം. ഇടുക്കിയിൽ നിന്ന് 14 കിലോമീറ്റർ. ആശ്രമം ജംഗ്ഷനിൽ നിന്ന് 2 കിലോമീറ്ററോളം ഈ വഴിയെ പോയാൽ കൗന്തി വ്യൂ പോയിന്റിലേക്കുള്ള റോഡ് കാണാം. ഇതാണ് കയറി വരുന്ന വഴി. ഇവിടെ വരെ ചെറുവാഹനങ്ങൾ എത്തും. ഇവിടെ നിന്നുള്ള അഞ്ചുരുളിയുടെ കാഴ്ച ഇങ്ങനെയാണ്. മുല്ലപ്പെരിയാർ അഞ്ചുരുളി ജലാശയത്തിലേക്ക് വന്നു ചേരുന്ന അതിമനോഹര ദൃശ്യം. നല്ല സുന്ദരൻ തുരുത്തുകളൊക്കെയുണ്ട് ഇവിടെ ജലാശയത്തിൽ. ഇത് വാഴവര സെന്റ് മേരീസ് പള്ളിയുടെ കുരിശുമലയാണ്. മുകളിലേക്ക് കയറാൻ സൗകര്യം ഈ ഭാഗത്തുകൂടിയാണ്. പാറകൾക്കിടയിലൂടെ വേണം കയറാൻ. സാമാന്യം നല്ല കയറ്റമാണ്. ഏറ്റവും മുകളിൽ ക്രിസ്തുവിന്റെ ക്രൂശിത രൂപം. അടുത്തെത്തുമ്പോൾ സുന്ദരമായ കാഴ്ചയാണ് ഈ കുരിശടി. ഇതിന് സമീപത്തു നിന്നുള്ള തടാകത്തിന്റെ ദൃശ്യം വലിയ ക്യാൻവാസിൽ വരച്ച മനോഹര ചിത്രം പോലെ നീണ്ടു നിവർന്ന് അങ്ങനെ കിടക്കുന്നു. കല്യാണത്തണ്ട് ക്ഷേത്രം മുതൽ കുരിശുമല, നിർമ്മല സിറ്റി, വാഴവര എന്നിങ്ങനെ നമ്മൾ കടന്നു വന്ന എല്ലാ മലനിരകളും ഇവിടെ നിന്നാൽ കാണാം. മറുഭാഗം ദാ ഇങ്ങനെയാണ്. മൂന്നാർ ഗ്യാപ്പ് റോഡ് മലനിരകൾ ദൂരെ തെളിഞ്ഞു കാണാം. മഴ പെയ്തതിന്റെ അടയാളങ്ങൾ ഇപ്പോഴുമുണ്ട്. പുല്ലുകളൊക്കെ തളിർത്തു തുടങ്ങിയിരിക്കുന്നു. വീണ്ടും മുമ്പോട്ട് നടന്നു. മുല്ലപ്പെരിയാർ വന്നു ചേരുന്ന കാഴ്ചയാണ്. ജലാശയത്തിൽ മീൻ വളർത്തുവാൻ നിർമ്മിച്ചിരിക്കുന്ന കേജ് ഫാമിംഗ് സംവിധാനങ്ങളാണ് ഈ കാണുന്നത്. അപ്പുറത്തെ കുന്നിൻ മുകളിലേക്ക് ഒരു വഴിയൊക്കെ കാണുന്നുണ്ട്. എന്തായാലും അതിലെ പോകാം.
ആനപ്പിണ്ടമൊക്കെ കാണുന്നുണ്ട്. പഴയ ആനപ്പിണ്ടമാണ്. കുറച്ചു നാൾ മുമ്പ് കൗന്തി ഭാഗങ്ങളിൽ ആന ഇറങ്ങിയെന്ന് കേട്ടിരുന്നു. ഇപ്പോൾ വേനൽക്കാലമായതിനാൽ ആന വരാൻ സാധ്യത കുറവാണ്. നമ്മൾ കുന്നിൻ മുകളിലേക്ക് കയറുകയാണ്. ഇവിടമാകെ എഴുകപ്പുല്ലുകൾ വളർന്നു നിൽക്കുന്നു. പ്രിയദർശന്റെ സിനിമയ്ക്ക് പറ്റിയ സ്ഥലമാണ്. എഴുകപ്പുല്ലിന്റെ വെളുത്ത പൂക്കൾ അതിമനോഹരമായ വിഷ്വലാണ്. നല്ല കയറ്റമാണ്. വഴി ഇവിടം കൊണ്ട് തീർന്നു. വീണ്ടും പാറകൾക്കിടയിലൂടെ നീങ്ങാം. മുകളിൽ ഒരു പരന്ന പാറയും ചെറിയൊരു മരവും കാണുന്നുണ്ട്. അങ്ങോട്ട് പോകാം. സുന്ദരമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. ആ പാറക്കുന്നിലേക്ക് പോകാം. ചെറിയ മഴയൊക്കെ പെയ്തതിനാൽ ചെടികളും മരങ്ങളുമൊക്കെ തളിർത്തിരിക്കുന്നു. പന്നൽ ചെടികളും എഴുകപ്പുല്ലുകളുമാണ് ഇവിടെ കൂടുതൽ. അഞ്ചുരുളി ഭാഗത്തേക്ക് കയറി. ആ കുന്ന് കയറി പോകണം. താഴെ അതിമനോഹരമായ നീല ജലാശയം. മൂടൽമഞ്ഞ് ഇല്ലാത്തതിനാൽ വനവും തുരുത്തുകളുമൊക്കെ നന്നായി തെളിഞ്ഞു കാണാം. ഇനിയാണ് ശരിയായ ട്രെക്കിംഗ് ആരംഭിക്കുന്നതെന്ന് തോന്നുന്നു. നല്ല കയറ്റവും ഭീകരമായ പാറകളുമാണ്. പക്ഷെ നമ്മൾ കയറും. പാറപ്പിളർപ്പുകൾക്കിടയിൽ വളർന്നു നിൽക്കുന്ന ഈ ചെറുമരങ്ങൾ വേനലിൽ ഉണങ്ങിപ്പോവുകയില്ല. പുല്ല് പടർന്നു വളരുന്ന സുന്ദരമായ മലഞ്ചെരിവുകൾ. നീല ജലാശയത്തിന്റെ പശ്ചാത്തലത്തിൽ ചിറ്റീന്ത് ചെടികൾ കായ്ച്ചു നിൽക്കുന്നു. വീണ്ടും പാറകൾക്കിടയിലൂടെ മുന്നോട്ട്. ആ കുന്നിലും ഒരു വഴി കാണുന്നുണ്ട്. അങ്ങേ ചെരുവിൽ എന്താണ് കാഴ്ചയെന്ന് ഒന്ന് നോക്കി വരാം.
രണ്ട് ചെറുവനങ്ങൾക്കിടയിൽ മനോഹരമായ പുൽമേട്. തടാകത്തിനുമപ്പുറത്ത് നോക്കെത്താ ദൂരത്തോളം മലനിരകൾ. വലതുഭാഗത്ത് ഏറ്റവും മുകളിലായി ടവറൊക്കെ കാണുന്ന മല കാൽവരി മൗണ്ടിൻ്റെ ഭാഗങ്ങളാണ്. ഇതേ തുടർന്ന് നമ്മൾ അവിടേക്ക് പോകുന്നുണ്ട്. നമ്മൾ നിൽക്കുന്ന കുന്നിൽ നിന്ന് താഴ്വര ഇറങ്ങി കടക്കണം. അതിസുന്ദരമായ കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ലഭിക്കുന്നത്. പതുക്കെ താഴേക്കിറങ്ങാം. ആ വഴിയെ വേണം കയറിപ്പോകാൻ. നമ്മൾ ഇറങ്ങി വന്ന വഴിയാണ്. ഭംഗിയുള്ള ഒരു കുന്നിൻ ചെരുവ്. മുകളിൽ നിന്ന് കണ്ട വഴി ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെയാണ്. മുകളിലേക്ക് കയറാം. കുറച്ച് കയറി ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇങ്ങനെയാണ്. നമ്മൾ കടന്നു വന്ന വഴികളാണ്. പുൽമേടിന്റെ അറ്റത്തൊരു ചെറുവനം. മുകളിലെത്തി. ഇത് ശരിക്കും വഴിയല്ല, ഫയർ ലൈൻ തെളിച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുള്ള മരം. താഴെ പുൽമേടും നന്നായി തളിർത്തു നിൽക്കുന്ന വനവും തടാകവും. ഉള്ള വഴി ഇവിടം കൊണ്ട് തീർന്നു. അപ്പുറം വനമാണ്. വിശാലമായ പുൽമേട്. നമ്മൾ വന്ന വഴികളൊക്കെ കാണാം. ഇരുവശവും വനവും നടുക്ക് പുൽമേടുമാണ്. എഴുകപ്പുല്ലുകൾ പലയിടത്തും ഒരാൾ പൊക്കത്തിലൊക്കെ വളർന്നു നിൽക്കുന്നു.
ഉണങ്ങിത്തുടങ്ങിയ പുല്ലുകളും അവയുടെ വെളുത്ത പൂക്കളും കാറ്റിൽ ഒരു ഭാഗത്തേക്കു തന്നെ ചെരിഞ്ഞു കാണപ്പെടുന്നത് അതിമനോഹരമായ കാഴ്ചയാണ്. ഈ പുൽമേടിൻ്റെ അറ്റത്തു നിന്നുള്ള കാഴ്ച നമുക്കൊന്ന് ആസ്വദിക്കണം. അതിനാണ് ഇവിടം വരെ വന്നത്. തുടർന്ന് അങ്ങോട്ടുള്ള യാത്ര മറ്റൊരു ട്രെക്കിങ്ങിലാക്കാം. അടുത്തത് നമ്മൾ ഇവിടെ നിന്ന് കാൽവരി മൗണ്ടിലേക്കാണ് പോകേണ്ടത്. പുല്ലുകളുടെ ഉയരം കുറഞ്ഞ ഭാഗത്തുകൂടി താഴേക്കു നടക്കാം. നമ്മൾ ജലാശയത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു. നമ്മൾ നടന്നു വന്ന മലയും പുൽമേടും ചെറുവനവും കടന്ന് നീല ജലാശയത്തിലേക്ക് മുല്ലപ്പെരിയാർ വന്നു ചേരുന്ന സുന്ദര ദൃശ്യം. കുട്ടിക്കാനം വാഗമൺ മലനിരകൾക്കിപ്പുറത്ത് മലമടക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഇടുക്കി വന്യജീവി സംരക്ഷണ കേന്ദ്രം. പുൽക്കാട്ടിലൂടെ തിരികെ നടക്കാം. താഴെ വനത്തിൽ നിന്ന് ചീവീടുകളുടെ സംഗീതം ഉയരുന്നു. ഇനി നമ്മൾ മടങ്ങുകയാണ്. സമയം ഏകദേശം ഉച്ചയോടടുത്തിരിക്കുന്നു. കുന്നിൻ്റെ മറുചെരുവിലേക്കാണ് നമ്മൾ പോകുന്നത്. ദൂരെ ഒരു കെട്ടിടം കാണുന്നുണ്ട്. ചെറിയൊരു റിസോർട്ടാണ്. മുന്തിരിച്ചെടികളും ഓറഞ്ച് മരങ്ങളുമൊക്കെ വളർത്തിയിരിക്കുന്നു. ദൂരെ വേറെ റിസോർട്ടുകളൊക്കെ കാണാം. ഇനി പതുക്കെ താഴേക്ക്. കിളികളും കാട്ടുകോഴികളും ഒക്കെയുണ്ട്. ഒറ്റയടി പാതയാണ്. ഇതിലെ നടക്കുന്നത് വളരെ രസകരമാണ്. താഴെ റോഡിലെത്തി. ഭംഗിയുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. റോഡിന് താഴെ നല്ല സുന്ദരൻ റിസോർട്ടുകളാണ്. ദൂരെ മൂന്നാർ ദേവികുളം ഗ്യാപ്പ് റോഡ് മലനിരകൾ ഉയർന്നു കാണാം. ഈ മനോഹര കാഴ്ചകളുമായി നമ്മൾ വീണ്ടും താഴേക്ക് നടക്കുകയാണ്. ഇനിയുള്ളത് കൗന്തി ട്രെക്കിംഗ് രണ്ടാം ഭാഗത്തിൽ. ഈ വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക.